ഹലോ ഓൾ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ എന്തുണ്ട് വിശേഷം? സോ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അതിനു മുന്നേ നിഫ്റ്റിയിലെ ആദ്യത്തെ ഗ്ലോബൽ മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുന്ന കാര്യം നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്നത് 40 പോയിൻറ്റ്സ് ഡൗൺ സൈഡാണ്. ആൻഡ് S&P 500 ക്ലോസ് ചെയ്തിരിക്കുന്നത് ലൈറ്റ് നോട്ടിൽ പോസിറ്റീവായിട്ടാണ്. ആൻഡ് നാസ്ഡാക്ക് നെഗറ്റീവ്ലി ക്ലോസ് ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ പൊതുവേ ഒരു ബുള്ളിഷ് സെൻസ് നമുക്ക് തരുന്നുണ്ട്. യൂറോപ്യൻ മാർക്കറ്റ്സ് എല്ലാത്തിൻ്റെയും ക്ലോസിങ് പോസിറ്റീവായിട്ട് നടന്നു എന്നുള്ളതാണ് കാണുന്നത്. ആൻഡ് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഗിഫ്റ്റ് നിഫ്റ്റി നിലവിൽ 8 പോയിന്റ്സ് അപ്സൈഡാണ്. സോ നമുക്കൊരു ഒന്നെങ്കിൽ ഒരു ക്യാപ്പ് അപ്പ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഇങ്ങനത്തെ നിലയിൽ കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് പറയാൻ കഴിയും. എന്തായാലും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് ടേക്കിൽ മാർക്കറ്റ് ഓൺ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് പൊതുവെ ഏഷ്യൻ മാർക്കറ്റ്സ് സെല്ലിംഗ് പ്രഷറാണ് നിലവിൽ കാണുന്നത്. നിക്കി 1312 പോയിന്റ്സ് ഡൗൺ സൈഡാണ്. സ്ട്രേറ്റ് ടൈംസ് ഫ്ലാറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹാങ്സങ് നോക്കുവാണെങ്കിൽ നെഗറ്റീവ്ലി ട്രേഡ് ചെയ്യാൻ, തായ്വാൻ വെച്ച് നെഗറ്റീവ് ട്രേഡ് ചെയ്യാണ്. സോ ഒരു സെല്ലിംഗ് പ്രഷർ ഏഷ്യൻ മാർക്കറ്റ്സ് നമുക്ക് ഓവറോൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇമ്പാക്ട് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാവുമെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ചാർട്ടിൽ അത് പരിശോധിക്കാം. അതിൻ്റെ നിഫ്റ്റിയുടെ ചാർട്ട് എടുത്ത് വെച്ചിട്ടുമ്പോൾ ഞാൻ ഡേ ചാർട്ടാണ് എടുത്തേക്കുന്നത്. ഇതെല്ലാം മൈനർ ലെവൽസ് നമ്മൾ ഇന്നലെ വരച്ച് വെച്ചതാണ്. ആൻഡ് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് അപ്പിന് ശേഷം നിങ്ങൾ നോക്കിയാൽ ശ്രദ്ധിച്ചു നോക്കുക, ഈ ഒരു ഗ്യാപ്പ് അപ്പിന് ശേഷം മാർക്കറ്റ് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഡൗൺ സൈഡ് വന്ന് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടോട്ടലി ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ഈ സോൺ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സോൺ തന്നെയാണ് ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്ത് മാർക്കറ്റിൽ ഹോൾഡായി നിന്നത് അല്ലേ. അപ്പം നമുക്കിതൊന്ന് ക്ലിയർ ചെയ്തിട്ട് ഉള്ള വ്യൂ നോക്കാം. ഓക്കെ, അപ്പം 15 മിനിറ്റ് ചാർട്ടിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും മാർക്കറ്റ് ഈ ഒരു സോണിൽ ഏതാണ് ഈ ഒറ്റ സോണിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് നിൽക്കുകയാണ്. ഓക്കെ, അതായത് 23,130 തൊട്ട് 23,549 ഈ സോണിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ലിക്വിഡിറ്റി ക്രിയേഷൻ ആണ് ഇവിടെ നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്തായാലും ഒരു താഴത്ത് എന്തായാലും ഒരു ഡിമാൻഡ് ഏരിയാസ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഏരിയാസ് നമുക്ക് മാർക്ക് ചെയ്തിടേണ്ട അനിവാര്യതയാണ്. അപ്പോൾ ആ രണ്ട് ഏരിയ സോണ് നമ്മൾ ഈ രണ്ട് സോണാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പം മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ വന്നാലും മാർക്കറ്റിൽ ഈ ഒരു ഏരിയാസ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഞാൻ കരുതുന്നത്. 22,490, 940 ആൻഡ് 23,150. ആൻഡ് മാർക്കറ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു മൈനർ ലെവലിൽ ഈ സോണിന്റെ മുകളിൽ പോയിട്ടില്ല എന്നല്ല, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് സെല്ലിംഗ് പ്രഷർ നേടുന്നു 23,476. ഒരു ലിക്വിഡിറ്റി ക്രിയേഷൻ ആണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ ലിക്വിഡിറ്റി ക്രിയേഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞത്. സോ ഈ ഒരു സോണിന്റെ അബവ് ആളുകൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടാവാം. ആൻഡ് ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്താൽ അപ്സൈഡ് മൂവ്മെന്റ് കിട്ടുമെന്ന് പ്രതീക്ഷയോടെ ആളുകൾ സി കോള് ഹോൾഡ് ചെയ്യുന്നവരുണ്ടാവാം. 15 മിനിറ്റിൽ ഏറ്റവും നല്ല ലിക്വിഡിറ്റി ഏരിയ 23,464 ആണ്. ഓക്കെ, ആൻഡ് അത് കഴിഞ്ഞാൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തുമെന്ന് നമ്മൾ സംസാരിക്കാം. ഓക്കെ, ആൻഡ് ഈ ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ട ക്യാൻഡിൽ ഞാൻ ഈ ഒരു സോണിന്റെ അബോവ് ആയിരിക്കും ഒന്ന് ബുള്ളിഷ് പ്രസൻസ് ഞാൻ പ്രതീക്ഷിക്കാം. ഓക്കെ, 23,800 ഈ ഒരു സോൺ ഈ ഒരു ക്യാൻഡിലിന്റെ അബോവ് ആയിരിക്കും ഞാൻ മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് പ്രസൻസ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ ലിക്വിഡിറ്റി ക്രിയേഷൻ ഉണ്ട്. കാരണം ഞാൻ ഈ അവസാനം ഈ 15 മിനിറ്റ് ക്യാൻഡിലിലെ ഈ ഒരു ചാർട്ടാണ് ഞാൻ നോക്കുന്നത്. അപ്പം ഈ ഒരു സോണിൽ മാർക്കറ്റ് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഈ ഒരു സപ്ലൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് മൊമെന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ ഞാൻ ഇത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഡൗൺ സൈഡ് വരുവാണെങ്കിൽ മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്ത ഈ സോണാണ്. ഓക്കെ, 23,158. അപ്പം ഇത് രണ്ടും പ്രോപ്പർ ഡിമാൻഡായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു സോണും 23,380 എന്ന് പറഞ്ഞ ഈ ട്രെൻഡ് ലൈനും 23,170 എന്ന ഈ ഒരു ഡിമാൻഡ് ഏരിയയും മാർക്കറ്റിൽ പ്രോപ്പർലി ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. സോ ഇതിന്റെ ഭാവി ലെവൽസ് നമുക്ക് ഇന്ന് ഇൻട്രാഡേ ലെവല് നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്തായാലും ന്യൂസസ് ഒക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ പ്രധാനപ്പെട്ട ഓറോബിന്ദോ ഫാർമയ്ക്കാണ് ഒരു ഫൈനൽ അപ്രൂവൽ US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് ഓറോബിന്ദോ ഫാർമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു ടാബ്ലറ്റ് ആണ് ടോഫ നിബ് ടാബ്ലറ്റ്സ്. അതൊരു ബയോ ഇക്വലന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള എന്തിനുള്ള ടാബ്ലറ്റ് ആണെന്ന് ചോദിച്ചാൽ റിമറ്റോയ്ഡ് ആർത്രൈറ്റിസുമായിട്ട് ബന്ധപ്പെട്ട് ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടാബ്ലറ്റ് ആണ്. ഓക്കെ, പിന്നെയുള്ള പ്രധാനപ്പെട്ട ന്യൂസസ് കുറവാണ്. അപ്പോൾ നമുക്ക് 1-2 സ്റ്റോക്സ് B2 റീറ്റെയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റോക്സ് പരിചയപ്പെടുത്താം. ഇതൊന്നും റെക്കമെൻഡേഷൻ അല്ല, മറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകളാണ്. ഇപ്പം ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്ക് ഞാൻ ടെലിഗ്രാം ചാനലിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. B2 റീറ്റെയിൽ അല്ലേ. കറന്റ് മാർക്കപ്പ് 256, സപ്പോർട്ട് 200, 220. ഓക്കെ, ഈ സ്റ്റോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ബുള്ളിഷ് മൊമെന്റത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ എന്തായാലും ഡിമാൻഡ് സോൺസ് ഒക്കെ മാർക്ക് ചെയ്ത് ഞാൻ ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ലിങ്ക് കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പം ടോട്ടലി സ്ട്രക്ചറലി നമ്മളിത് പഠിക്കുകയാണെങ്കിൽ ഒരു ഹൈ ഫോർമേഷൻ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. മാർക്കറ്റ് ഹൈ തന്ന് പുതിയ ഹൈസ് ഉണ്ടാക്കാനുള്ള ഒരു അറ്റംപ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് ടോട്ടലി സപ്ലൈ ക്ലിയർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സപ്ലൈ ക്ലിയർ ചെയ്തിട്ടില്ല. ഇറ്റ് മേ ടേക്ക് സം ടൈം. 260 മുകളിൽ ക്ലോസ് ചെയ്താൽ മേ ബി നമുക്കൊരു സപ്ലൈ ക്ലിയർ ചെയ്തെന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ എന്തായാലും 200 to 230 റേഞ്ച് ഇതിൻ്റെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് നോക്കുക. V2 റീറ്റെയിൽ ഒരു ബ്രേക്ക്ഔട്ട് അറ്റംപ്റ്റിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം അത് വാച്ച് ലിസ്റ്റിലിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത സ്റ്റോക്ക് നമുക്ക് ഒരു സ്റ്റോക്ക് കൂടെ നമുക്ക് പരിചയപ്പെടാം എന്തായാലും. പിന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് ഗ്രോ ആണ്. ഞാൻ 201 കുറച്ച് ക്വാണ്ടിറ്റി വാങ്ങി, ആൻഡ് 183 ഈ റേഞ്ചിൽ ഒരു കുറച്ച് ക്വാണ്ടിറ്റി വാങ്ങി വാച്ച് ചെയ്യുകയാണ്. അപ്പം ഗ്രോയും ഇത് നിങ്ങളിപ്പം ഈ ഒരു ഏരിയ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഭയങ്കരമായ സെല്ലിംഗ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ സെല്ലിങ്ങിലൊന്നും ആരും വാങ്ങാൻ തയ്യാറാവില്ല. എന്തായാലും ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതായത് ഞാനിവിടെ വാച്ച് ലിസ്റ്റിലിട്ട് വച്ചേക്കുകയാണ്. ഓക്കെ, 190 റേഞ്ച് എബോവ് ബ്രേക്ക് ചെയ്താൽ ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ച് ഞാൻ ഹോൾഡ് ചെയ്യുകയാണ് ഗ്രോ. ഓക്കെ, അപ്പോൾ ഈ 2 സ്റ്റോക്ക് നിങ്ങളൊന്ന് ഒരു 2 വീക്കിന് വേണ്ടി പഠിക്കുക. ഇതിൻ്റെ എന്തെങ്കിലും ടെക്നിക്കൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾ ടെലിഗ്രാമിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു.